കാലം 2016 മമ്മൂട്ടി ചിത്രം കസബ റിലീസ് ചെയ്യുന്നു. തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കരുടെ ആദ്യ ചിത്രം. നടിയും സംവിധായികയുമായ ഗീതു മോഹൻദാസ് ആയിരുന്നു കസബയ്ക്കെതിരെ ആദ്യം വെടിപൊട്ടിക്കാൻ എരികേറ്റി വിട്ടത്. പൊതുവേദിയിൽ പേരുപറയാതെ വിമർശിച്ച നടി പാർവതി തിരുവോത്തിനോട് കസബയാണ് ആ ചിത്രമെന്ന് പറയാൻ പറഞ്ഞത് ഗീതു ആയിരുന്നു. പിന്നാലെ ഫെമിനിസ പക്ഷക്കാർ രംഗത്തെത്തി. വനിതാ പോലീസ് ഓഫീസറുടെ പാൻസിന്റെ ബെൽറ്റിൽ പിടിച്ച നായകനെ അറഞ്ചം പുറഞ്ചം എല്ലാവരും ചേർന്ന് പഞ്ഞിക്കിട്ടു. ഈ സീനിൽ അഭിനയിച്ച മമ്മൂട്ടിയെയും വെറുതെ വിട്ടില്ല. കാലം 2025. 9 വർഷങ്ങൾക്കിപ്പുറം ഗീതു മോഹൻദാസിന്റെ ബിഗ് ബജറ്റ് ചിത്രം ടോക്സിക് റിലീസിന് തയ്യാറെടുക്കുന്നു. പാൻ ഇന്ത്യൻ താരം യഷിന്റെ 19ാമത് സിനിമയിൽ ഗീതുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ സീനുകളിലെ സ്ത്രീവിരുദ്ധതയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ടോക്സിക്കിന്റെ ടീസറിൽ അടിമുടി സ്ത്രീവിരുദ്ധതയാണ് തെളിയുന്നതെന്ന് കസബയുടെ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഗീതു മോഹൻദാസ് വെട്ടിലായത്. യഷിന്റെ കഥാപാത്രമാകട്ടെ സ്ത്രീയുടെ മുഖത്ത് മദ്യമൊഴിക്കുന്ന രംഗങ്ങളുണ്ട്. മാത്രമല്ല തോക്കിന്റെ മുനയിൽ നാവുകൊണ്ടൊഴിയുന്ന സ്ത്രീയുടെ ഷോട്ടുകളും ടീസറിൽ വ്യക്തമാണ്. യഷ് കാണിക്കുന്ന സ്ത്രീവിരുദ്ധതയൊന്നും കസബയിൽ മമ്മൂട്ടി കാണിച്ചിട്ടില്ലെന്നാണ് ആരാധകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നതും. ഗീതു സംവിധാനം ചെയ്യുന്ന ടോക്സിക്കിലെ ഈ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് പാർവതിയോ മറ്റു സ്ത്രീപക്ഷ ചിന്തകരോ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടുമില്ല. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. ബബിൾകം മീഡിയ.